ഹായ് ഫ്രണ്ട്സ്, കാട്ടത്തെ കിളിക്കൂട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ എല്ലാവരും അതായത് നമ്മുടെ സുഭാഷും സുധീഷും നികീഷൊക്കെ ചേർന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോകാൻ നേരത്ത് നമ്മുടെ സുഭാഷിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഞാനില്ലാതെ എന്ത് ഗ്രൂപ്പ് ഫോട്ടോ എന്ന്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അവർ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മുടെ സുനന്ദ വന്നിട്ട് സുഭാഷിൻ്റെയും സുനന്ദയുടെയും മാത്രമായിട്ടൊരു ഫോട്ടോ വേണമെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും മാത്രം ഫോട്ടോ എടുക്കുന്നു. സുഭാഷ് സുനന്ദയെ വിളിച്ചിട്ട് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നിധിയെയും സുധീഷിനെയും ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പക്ഷേ നിധി അങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. നമ്മുടെ സുഭാഷിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. സുഭാഷിന് നിധിയുടെ വിഷമം മനസ്സിലായിട്ട് സുഭാഷ് ഒന്നും പറയുന്നില്ല. പിന്നെ എല്ലാവരും പോയതിനു ശേഷം നമ്മുടെ സുധീഷ് വന്നിട്ട് അച്ഛനടുത്ത് ചോദിക്കുന്നുണ്ട്, എന്നാലും ഞാൻ വിചാരിച്ചില്ല അച്ഛൻ ഇങ്ങനെ താലിമാലയും പൂമാലയൊക്കെ കൊണ്ടുവന്നെന്ന്. അച്ഛൻ എങ്ങനെ തോന്നി ഇങ്ങനെ ഒരു ഐഡിയ? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, പിന്നെ നീയൊക്കെ എന്നെ പറ്റിയിട്ട് എന്താണ് വിചാരിച്ചത്? നിങ്ങൾക്ക് എന്നെ കണ്ടുകൂടായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അങ്ങനെ കൂടുതൽ പൊക്കിയടിക്കൊന്നും വേണ്ട. ഇന്ന് വരെ ഒരു നല്ല കാര്യവും അച്ഛൻ ഈ വീടിന് വേണ്ടി ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് എല്ലാത്തിനും ഒരുമിച്ച് പകരം വീട്ടി. പെട്ടെന്ന് താലിമാല എടുത്ത് നീട്ടി കെട്ടിടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വണ്ടറടിച്ചുപോയി. അത് നിൻ്റെ അമ്മയുടെ താലിമാലയാണ്. ഈ വീട്ടിൽ കയറി വരുന്ന ആദ്യത്തെ മരുമകൾക്ക് അത് ഞാൻ കൊടുക്കുമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ സുധീഷ് നല്ല ഇമോഷണൽ ആവുന്നുണ്ട്. ഈ സമയത്ത് സുഭാഷ് അതിലേക്കൂടെ വന്നു. സുഭാഷിനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് അകത്തോട്ട് കയറിപ്പോയി. പിന്നെ കയറുന്നത് സുധീഷ് നേരെ നിധിയുടെ അടുത്തോട്ട് പോയിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ നിധിയോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് അവിടെ വന്ന് നിൽക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നും. വന്നല്ലോ എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം, ഒരു വലിയ മാനക്കേടിൽ നിന്ന് അവരെ രക്ഷപ്പെട്ടില്ലേ, അതിനെങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല, എത്ര പറഞ്ഞാലും മതിയാവത്തില്ല എന്നൊക്കെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് നിധിയോട്. ഇതെല്ലാം കേട്ടിട്ട് നിധി സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ നിധിക്ക് വേണ്ടിയിട്ടൊരു സഹായം ചെയ്തപ്പോൾ നിധിയും ഇങ്ങോട്ട് സഹായിച്ചു, അത് ഇപ്പോൾ ആ ഒരു കടമ്പ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് നമ്മുടെ നിധി തിരിച്ച് പറയുന്നുണ്ട്, എനിക്ക് നാളെ തന്നെ ഹോസ്റ്റലിൽ പോകണം, എത്ര പെട്ടെന്ന് പോകാവുന്നോ അത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സുധീഷ് പറയുന്നു, ആ നോക്കാം എന്ന് പറഞ്ഞിട്ട് സുധീഷ് അവിടെ നിന്ന്. അതിനുശേഷം നമ്മുടെ സുഭാഷ് സുധീഷിനെ വിളിച്ചിട്ട് റൂമിലോട്ട് കയറ്റി സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സുധീഷ് വിടുന്നില്ല. സുഭാഷിന് ദേഷ്യം അടക്കാനാവാതെ ഒരടിയൊക്കെ കൊടുക്കുന്നുണ്ട് സുധീഷിന്. സുഭാഷ് പറയുന്നുണ്ട്, എല്ലാം നീ പച്ചക്കള്ളമായിരുന്നു അല്ലേ പറഞ്ഞത്, നുണയ്ക്കുമേൽ നുണ. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു? പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നു. നിങ്ങൾക്ക് വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സുഭാഷ് പറയുന്നുണ്ട്, നീ വെറും ഒരു ഫ്രോഡാണ്, തനി ഫ്രോഡാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷിന് വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ വരുന്നു. നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഏർപ്പാടൊക്കെ ചെയ്തത്. നീ ആദ്യമേ എന്നോട് ഈ സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. നീ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇഷ്ടപ്പെടാത്ത കല്യാണവും കഴിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഈ വേഷവും കെട്ടി വീണ്ടും നിന്റെ കൈകൊണ്ട് തന്നെ താലി കെട്ടിയിരിക്കുന്നു. ആ പാവത്തിനെ നീ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചു. നീ നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നോ? സുഭാഷ് ചോദിക്കുന്നുണ്ട്, നീ മനഃപൂർവ്വം ആ കുട്ടി ഇതിൽ പെടുത്തിയതാണോ എന്ന്. അപ്പോൾ നമ്മുടെ സുധീഷ് പറയുന്നു, അയ്യോ ഒരിക്കലും അല്ല ചേട്ടാ, ആ ചെറുക്കനെ നിങ്ങളും കണ്ടതല്ലേ, അവനെ കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ എങ്ങനെ അംഗീകരിക്കും ചേട്ടാ? ആ കല്യാണത്തിൽ നീ രക്ഷപ്പെടാൻ നോക്കിയപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ കല്യാണം നടന്നത്. പിന്നെ എനിക്ക് നിധിയെ ഇഷ്ടമായിരുന്നു, പക്ഷെ സത്യമായിട്ടും അതിനുവേണ്ടി അവളെ ചതിച്ചതല്ല. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, നാളെ ഇനി ആ കുട്ടി പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ചേട്ടൻ ഇങ്ങനെ നെഗറ്റീവായിട്ട് എടുക്കാതെ എല്ലാം പോസിറ്റീവായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും, ഇച്ചിരി പോസിറ്റീവായിട്ട് ചിന്തിച്ചോട്ടെ ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ സുഭാഷിന് ദേഷ്യം വന്ന് വീണ്ടും അടിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അനിയൻ കയറി വരുന്നത്. അങ്ങനെ അവർ കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സുധീഷ് ഇവിടെ വന്ന് കിടക്കുകയാണ്. ആ സമയത്ത് അനിയന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇവിടെ കിടക്കുന്നത്, ഇന്ന് ഇവിടെ തന്നെയാണോ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് വന്ന് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, അവനവിടെ കിടക്കട്ടെ എന്ന്. അങ്ങനെ പിന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഹാളിൽ കിടക്കുന്നത്. അതിനുശേഷം ജനലിനരികിൽ വിഷമത്തോടെ നിൽക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.